വർഷം പൂർത്തിയാക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിനോടൊപ്പം അഭിമാനമുണ്ട്. കാരണം ഒരു ഔപചാരികമായിട്ടൊരു സംഘടനയായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ കൂട്ട് ഒരു ആശയം എന്നുള്ള നിലയിൽ നിലനിൽക്കുന്നതിന് മുമ്പേ തന്നെ ഇതിന്റെ ടീമുമായിട്ട് പരിചയപ്പെടാനും ഒരുപാട് ചർച്ചകൾ നടത്താനും ഒക്കെ ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. 2016 ഫെബിനി സുഹൃത്തുക്കളും സിറ്റിന്, ശ്രീജിത്ത്, മേഘന, എല്ലാവരുടെയും പേര് വിട്ടുപോകാൻ ക്ഷമിക്കണം. അവർ കോളേജിൽ നിന്ന് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അവരുടെ ഉദ്ദേശവും അവരുടെ ആ ഒരു സൗഹൃദം ഒരു സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി ചാനലൈസ് ചെയ്യുക. ആ ഒരു സൗഹൃദം അവരുടെ മാത്രം നിൽക്കാതെ സമൂഹത്തിലെ ഏറ്റവും ആവശ്യം ഉള്ള ആൾക്കാരുടെ നന്മയ്ക്കായിട്ട് അതൊന്ന് ചാനലൈസ് ചെയ്യലായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പം അതിനുവേണ്ടി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിനെപ്പറ്റിയൊക്കെ പല ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അന്ന് ഇൻസൈറ്റിന്റെ ഓഫീസ് വെച്ചിട്ടായി ഡിസ്കഷനൊക്കെ നടക്കുന്നതും അന്ന് അവിടെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയ ചെറിയ 2-3 സജഷൻസ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു. പക്ഷെ ഇവർ വളരെ ആത്മാർത്ഥമായിട്ട് അത് ടേക്കപ്പ് ചെയ്യുകയും ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലൊക്കെ ഒരുപാട് ഭംഗിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയി. സാധാരണ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് മനസ്സിനകത്ത് നന്മയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടാവും, ഒന്ന് തുടങ്ങി വെക്കുകയും ചെയ്യും. പക്ഷേ ഇത് 3 വർഷം ഇത് സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഡ്രൈവ് ഉള്ളവർക്കേ അത് പറ്റത്തുള്ളൂ. അതിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കൂട്ടപ്രവർത്തനം തുടങ്ങുന്നത് സ്ക്രൈബ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആശയം വെച്ചിട്ടാണ്. ഇപ്പം കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, പരീക്ഷ എഴുതാൻ വേണ്ടി അവർക്കൊരു സ്ക്രൈബിന്റെ ആവശ്യമുണ്ടാവും. പല പരീക്ഷയ്ക്കും പല ക്രൈറ്റീരിയ സ്ക്രൈബിന് വേണ്ടി. ചില പരീക്ഷയ്ക്ക് പറയും അവരെ കാട്ടി ക്വാളിഫിക്കേഷൻ കുറഞ്ഞവരെ പാടുള്ളൂ. അങ്ങനെയൊക്കെ പല നിബന്ധനകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ആളിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് പല പരീക്ഷകൾ ഒരുമിച്ച് നടക്കുന്ന സമയത്താണെങ്കിൽ. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു സ്ക്രൈബ് ബാങ്ക് തുടങ്ങി. ഇൻസൈറ്റീവ് വന്ന് പല കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഒക്കെ ഫെബിനിയുടെ അടുത്തോട്ടും അവരുടെ ടീമിന്റെ അടുത്തോട്ടും ഒക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ്, വളരെ നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇതിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവര് കയ്യിൽ നിന്ന് കാശിട്ട പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. കാരണം വേറെ സോഴ്സ് ഓഫ് ഇൻകം ഒന്നുമില്ല. ഇവരും ജസ്റ്റ് പഠിത്തം കഴിഞ്ഞതേ ഉള്ളൂ, ജോലിയിലോട്ട് കയറുന്നേ ഉള്ളായിരുന്നു ആ സമയത്ത്. അപ്പൊ അവര് കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാ പല പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഈ 3 വർഷം കൊണ്ട് അങ്ങനെ ചെറിയ രീതിയിലുള്ള തുടക്കമാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്തതിനകത്തെ ഒരു ആത്മാർത്ഥത കാരണം എന്ത് പറ്റി, ആ കമ്മ്യൂണിറ്റിയുടെ, കാഴ്ചയില്ലാത്ത സമൂഹത്തിന്റെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇവരുടെ പ്രവർത്തനം അതിനനുസരിച്ചൊന്ന് വ്യാപിപ്പിക്കാൻ ഇവർക്ക് നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റി, വിഷ്വലി ഇമ്പയർഡ് കമ്മ്യൂണിറ്റി ഇവരെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ആണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കാഴ്ച പരിമിതി നേരിടുന്ന ഒരു വലിയ പ്രശ്നമായി യാത്ര ചെയ്യുക എന്നുള്ളത്. പലരും യാത്ര ചെയ്യും, പരിചയമുള്ള വഴിയാണെങ്കിൽ, അവരെന്നും പോകുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അവരെ ഒറ്റയ്ക്ക് പോകും. എന്നാലും അത്ര നടക്കാനൊന്നും വശമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോവാണെങ്കിലൊക്കെ ഒരു മടിയുണ്ടാവും. ചിലപ്പം അത്യാവശ്യത്തിന് കൂടെ വരാൻ ഒരാളിനെ കിട്ടിയിരിക്കില്ല. അപ്പൊ അതൊരു അവർ നേരിടുന്നൊരു റിയൽ പ്രശ്നമാണ്. പക്ഷെ എന്ത് പറ്റി, പുതിയൊരു ഒപ്പം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആവിഷ്കരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരു കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ, പുള്ളിക്ക് ഒരു ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ, അതും വോളണ്ടിയേഴ്സിന്റെ ഒരു പൂൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്താണോ ആവശ്യമായിട്ടുള്ളത് ആ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് സഹായം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ്. അവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് ആ ആവശ്യം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ടീമിനുണ്ട്. അതിനി ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടേണ്ടതാണ്. 3 വർഷം വളരെ നന്നായിട്ട് പൂർത്തിയാക്കി. ഇത് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളുടെ സഹായം കിട്ടേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നടക്കട്ടെ. എല്ലാ നന്മയെ ആശംസിക്കുന്നു. നന്ദി.